നമ്മൾ പ്ലാൻ ചെയ്ത ഓണാഘോഷ പരിപാടി ഞാൻ പൊളിക്കുമെന്നാ. ആര് വന്നാലും കൊള്ളാൻ ഓണാഘോഷം നമ്മൾ പൊളിക്കും, ഒരു സംശയം വേണ്ട. ഈ ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. നമ്മുടെ പരിപാടി കൊള്ളാക്കാനാണ്. ഇയാൾക്ക് ഓണം കഴിഞ്ഞ് വന്നാൽ പോരാ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഓണം കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ളൂ എന്നാണ്. കാലമേതായാലും ഈ ഓഫീസിൽ ഇന്ന് ചാർജ് എടുക്കേണ്ട ഒരു ഓഫീസർ കൃത്യസമയത്ത് എത്താതിരുന്നാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് വല്ല നിശ്ചയമുണ്ടോ? വർഗബോധം വേണം, വർഗബോധം. മൂരാച്ചികളായ മേലധികാരികളെ ഏറാമൂളികളായ അടിമകളായ മാത്രം പോരാ, സൈദ്ധാന്തികമായി ചിന്തിക്കാനുള്ള വർഗബോധം വേണം. അതുണ്ടോ? ഇങ്ങനെയൊരു പരാജയമായി പോയത് ദിനാണ്. തൊഴിലാളി വർഗത്തിന്റെ സംഘടന ശക്തിയെ പറ്റിയാണ് നേതാവ് പറയുന്നത്. ഞാൻ വിചാരിച്ചു പുട്ടുപൊടി ചായപ്പൊടിയൊക്കെ പോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വല്ലതുമായിരിക്കുമല്ലോ. എന്റെ പൊന്നു നേതാവേ, മറ്റുള്ളവരെ പറ്റിച്ചുള്ള ജീവിതം മതിയാക്കി വല്ല ജോലി ചെയ്യും. വർഗബോധം പഠിപ്പിക്കാൻ നടക്കുന്നു. വല്ല കാര്യമുണ്ടായിരുന്ന നേതാവേ? നേതാവിന് ഇതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിൽ ദിവസവും ഇങ്ങനെ എന്തെല്ലാം കേൾക്കുന്നത്. ഒരു പൊതുപ്രവർത്തകന്റെ ജീവിത വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും. ഇത് വല്ല കല്ലും മുള്ളുവാണോ? ആട്ടും തുപ്പും അല്ലേ? ആലങ്കാരികമായി പറഞ്ഞാൽ എല്ലാം ഒന്നുമല്ല. ഇതുകൊണ്ടൊന്നും എന്നെ പോലുള്ള ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സ് തകരില്ല. അതിന് ഉളുപ്പ് വേണം. പലപ്പോഴായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ജീവിതം നോക്കുമ്പോഴാണല്ലോ. അതിന്റെ പിന്നിൽ ഒരുപാട് കഥകളും ചരിത്രങ്ങളും ഉണ്ട്. പിന്നെ ചരിത്രം ഇയാളാര്? മുഗൾ ചക്രവർത്തിയോ? കഥകളും ചരിത്രങ്ങളും ഒക്കെ നേതാവിനുണ്ടോ? ഓവിന് ഇതൊന്നും വരുമ്പോൾ തോന്നുന്നില്ല. എന്നാൽ പിന്നെ നേതാവ് ആ ചരിത്രത്തിലേക്ക് പറ. പറയാം അല്ലേ? ഇതൊക്കെയല്ലേ ഒരു ചരിത്രം പറയുന്നേ. ലീലാമണിയും ഞാനും ആൾക്കാരാണ്, അറിയാലോ. അതിപ്പോ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നല്ലേ. ലീലാമണി ആദ്യത്തെ നായർ തറവാടി, ഞാൻ തന്നെ. ഞങ്ങൾക്ക് ഒരേ ക്വാളിഫിക്കേഷൻ. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതും ലീലാമണി ജോലിക്ക് കയറിയതും ഒരേ ദിവസം. അല്ല, ജോലിക്കൊന്നും ശ്രമിക്കാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ കാരണം? ആരും പറഞ്ഞ് ശ്രമിച്ചില്ല. ലീലാമണി ഇരിക്കുന്ന കസേരയിൽ ഞാൻ ഇരിക്കേണ്ടതാണ്. ആദ്യം ലീലാമണി ഇരിക്കായിരുന്നു. ഇത് പുതിയൊരു അറിവാണല്ലോ. ആയിടയ്ക്കാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ വാർഡ് ST വാർഡ് മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചത് എന്റെ പേരാണ്. എതിരാളിയില്ലാതെ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ആരുണ്ടായിട്ട് എന്ത് കാര്യം? ഇടതനും വലതനും ഞാൻ ഒരുപോലെ സ്വീകാര്യം. ഒരു നാട്ടിലെ ആളുകൾ എല്ലാവരും ഒരുപോലെ മറ്റന്മാരാവോ? എന്നിട്ടല്ല, കാലക്രമേണ നായർ തറവാട് ക്ഷയിച്ച് നാശോന്മുഖമായി. എന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ അനിശ്ചയത്തിനായ നേതാവാണ് ഇന്ന്. എന്റെ പേര് കേട്ടാൽ മുകളിലുള്ള ഓഫീസർമാർ പോലും ഒന്ന് കുലുങ്ങി വിറയ്ക്കും. പിന്നെ കുലുങ്ങാൻ ഇയാൾ ഏതാണ്ട് ഭൂകമ്പമല്ലേ? എവിടെയാ ഭൂകമ്പം ഉണ്ടായത്? ഇന്തോനേഷ്യയില. അവിടെ ഭൂകമ്പം ഉണ്ടാകും. നേതാവ് എന്താ പൂമാലിയുമായിട്ട് കല്യാണം കഴിക്കാൻ പോവാണ്? എന്താ കഴിക്കട്ടെ? എനിക്ക് 2 മക്കളുണ്ട്. കല്യാണാലോചനയ്ക്ക് 2 മക്കളുള്ളത് ഒരു കുറവൊന്നുമല്ല. എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ മാലയും ബൊക്കെയും ഒക്കെ. എന്താ വിശേഷം? ഒന്നും അറിഞ്ഞില്ലേ? എന്തോന്ന്? കഴിഞ്ഞ 6 മാസമായി ഏകാന്തനായി കഴിയുന്ന ഈ കസേരയിൽ ഉപവിഷ്ടനാകുവാൻ ഇന്നൊരു സാറ് വരുന്നുണ്ട്. ഞാനത് മറന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. വരുന്നത് ആരായാലും എന്റെ അധികാരപരിധിയിൽ കൈകടത്തിയാൽ വിവരമായി. സത്യഭാമ ധൈര്യമായിട്ടിരുന്നോ? ഞാനിവിടെയുള്ളപ്പോൾ. രണ്ടുപേരും ഉണ്ടാതിരിക്കണോ ഉണക്ക നേതാവേ. ഞാൻ എന്നെ തന്നെയാണ് കണ്ടത്. അതെന്തായിരിക്കും? എണീറ്റാണ്ട് ഞാൻ കണ്ണാടി നോക്കി. എനിക്ക് തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയും.
വേറെ ആരെയും കളി കാണുന്നത് എനിക്കിഷ്ടമാണ്. ചുമ്മാതല്ല, വരുന്നവരും പോകുന്നവരും പോലെ കീറുന്നത്. എന്റെ ഹസ്ബൻഡ് സിഎമ്മിന്റെ പേഴ്സണൽ സ്റ്റാഫാ. അറിയോ എനിക്ക്? ആരാ? എന്ത് വേണം? ഹസ്ബൻഡ് ആരാണ് പറഞ്ഞത്? സിഎമ്മിന്റെ പേഴ്സണൽ സ്റ്റാഫാ. എന്താ? ഓഹോ, അതിന് ഇത്രയ്ക്ക് അഹങ്കാരം വേണം? അല്പം കുറച്ചോളൂ. താൻ ആരാ? ഒരു സർക്കാർ ഓഫീസിൽ കയറി വരുന്നവരോട് അല്പം കൂടി മാന്യമായി സംസാരിക്കൂ പ്ലീസ്. സാർ ആരാണാവോ? എന്താണാവോ ആകുന്ന ഉദ്ദേശം? ഒഴിഞ്ഞാലും പറയാം, ആദ്യം സ്വീകരണയോഗം നടക്കട്ടെ. സ്വീകരണയോ? ആരെ സ്വീകരിക്കാൻ? ഈ മാലയും പൂച്ചക്കുമായി നിങ്ങൾ നിൽക്കുന്നത് എന്നെ സ്വീകരിക്കാനല്ലേ? ഒന്ന് പോരണ്ട. ഇന്നിവിടെ പുതിയ സാറ് ചാറ്റെടുത്ത് നിർത്തണം. അങ്ങനെ സ്വീകരിക്കണ്ട. അല്ലാതെ ഓഹോ, എന്താണോ ആ സാറിന്റെ നാമധേയം? JK സോദരൻ. ആ സാർ തന്നെയാണ് ഈ സാർ. ശ്രദ്ധിച്ചു നോക്കൂ പ്ലീസ്. അയ്യേ, ഇതാണോ ചുന്ദരൻ ചാറ്? എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഏയ് ഇല്ല, കുഴപ്പമില്ല. എങ്കിൽ പിന്നെ സ്വീകരണ പരിപാടി നടക്കട്ടെ. എന്താണ് താൻ ഈ കാണിച്ചത്? ഇയാളെത്തോടെ ഈ കാണിച്ചത്? താനല്ലേ ആദ്യം ഇട്ടത്? അത് പിന്നെ ഇട്ടപ്പം മാറുമോ? തർക്കം വേണ്ട. ഈശ്വര, ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു മരണകാലം സാക്ഷി വായിക്കാൻ കഴിഞ്ഞത് ഞാൻ കൃതാർത്ഥനായി. ഈ രജിസ്റ്ററിൽ ഒന്ന് ഒപ്പിടും പ്ലീസ്. നിങ്ങളെല്ലാം സാക്ഷികളല്ലേ? സാറ് ഒരുമാതിരി വൃത്തികേട് പറയരുതേ. നിങ്ങൾ പരസ്പരം മാറിയിട്ട് വിവാഹിതരായി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് തർക്കിച്ചത് സമയം കളയാതെ ഒന്ന് ഒപ്പിടും പ്ലീസ്. ആര് വിവാഹിതനായെന്നാ സാറേ പറയുന്നത്? പിന്നെ ഞാൻ എന്താണ് ഈ കാണുന്നത്? കഴുത്തിൽ മാല, കയ്യിൽ പൊക്ക, ഒപ്പിടും പ്ലീസ്. കോപ്പാണ്, ഇട്ടപ്പം മാറിപ്പോയതാ. ഇങ്ങ് വരൂ. എന്താ പേര്? ലീലാമണി. ജോലി? ഞാനെന്റെ ക്ലർക്കാണ്. വിവാഹിതയാണോ? അല്ല. താനിങ്ങ് വരൂ. എന്താ പേര്? ശിവൻകുട്ടി. ജോലി? രാഷ്ട്രീയത്തിലാണ്. അതെന്ത് ജോലിയാ? യൂണിയൻ നേതാവാണ്. അതൊരു ജോലിയാണോ? എന്റെ ജോലി ഇപ്പൊ അതാ. ഓക്കെ. വിവാഹിതരാണോ? അല്ല. വെരി ഗുഡ്. അവിവാഹിതരായ രണ്ട് യുവതികൾ പരസ്പരം മാറിയ സ്ഥിതിക്ക് നിങ്ങൾ വിവാഹിതരായതായി ഞാൻ വിഖ്യാപിക്കുന്നു. ഈ രജിസ്റ്ററിൽ നോക്കൂ. എന്നിട്ട് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കൂ പ്ലീസ്. ഈശ്വരൻ, വിവാഹത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാത്തത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി, രാജ്യ പുരോഗതിക്കും വേണ്ടി ഞാൻ ചിലവഴിച്ച വർഷങ്ങൾ പാഴായി പോയല്ലോ. എന്റെ രാഷ്ട്രീയമാണ് നടക്കില്ല. സ്വയം കുഴികുത്തി അതിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ എനിക്ക് മനസ്സില്ല. ഇന്ന് ഇത് സാധിക്കും. വേലയും കൂലിയും ഇല്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന ഈ നശുമത്തെ ആർക്ക് വേണം? ഇന്നാ പിടിക്ക്. ചുമ്മാ ബോധിപ്പിച്ചു. അതൊന്നും നഷ്ടമായി. എന്തോന്ന്? ഒരു ഓണിൽ അതും പോയില്ലേ? ഇന്നത്തെ ഉച്ചഭക്ഷണം എന്റെ വക. ഒന്നുമല്ലേലും ഒരു ഊരാ കുടിക്കുന്ന രക്ഷപ്പെട്ടതല്ലേ? അതും തീരുമാനമായി. എനിക്ക് വേണ്ട ഈ അടക്കൂണ്. അയ്യോ, 11 മണിക്ക് കമ്മിറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പം പകല് ഊണല്ലോ. ആരെ പറ്റിക്കാനാണാവോ ഇന്നത്തെ കമ്മിറ്റി? ആരെങ്കിലും പറ്റിക്കട്ടുള്ളൂ. നമുക്കിന്ന് പാടാം.
എന്തൊരു കൃത്യനിഷ്ഠ! ഓ ഓ സാർ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അതെന്താ അങ്ങനെ ഒരു തോന്നൽ? ചുളുവിലൊരു കല്യാണം ഉറപ്പിക്കാൻ നോക്കിയില്ലേ? അതിപ്പോ എനിക്ക് വേണ്ടിയല്ലോ. സാറിനെ പോലെ തന്നെ സുന്ദരമാണ് സാറിന്റെ മനസ്സും. എന്തൊരു നൈർമല്യം! വേണ്ട വേണ്ട, ഒരുപാട് കിടന്നു. അറിയുന്നത് അങ്ങനെയാ. പക്ഷേ പിയുവിന്റെ പണി കൂടി ചെയ്യുന്നത് ഞാൻ. പിന്നെ നമ്മുടെ സർക്കാരിന് ഒരു സഹായം കൂടി ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതെങ്ങനെ? സാമ്പത്തിക ബുദ്ധിമുട്ടി നട്ടം തിരിയുന്ന നമ്മുടെ സർക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ട ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഇവിടെ ഇപ്പോ ഒരു പിയുവിനെ കൂടി വെച്ചാൽ അയാൾക്ക് കൊടുക്കണ്ടേ ശമ്പളം? ഇപ്പോ സാറിനിരിക്കുന്ന ഈ കസേര 6 മാസമായിട്ട് വെറുതെ കിടക്കുകയല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് നമ്മുടെ സർക്കാരിനെ സഹായിക്കാൻ പറ്റും. താനൊരു മഹാനാണോ സുദേവ? ഓ, അങ്ങനെയൊന്നും ഇല്ലെന്നേ സാറേ. നല്ല ചായ ഇതെവിടെ വാങ്ങിയത്? വാങ്ങിയതൊന്നുമല്ല സാറേ, എന്റെ ഭാര്യ ഉണ്ടാക്കിയതാണ്. അതല്ലേ രസം. വൈകിട്ട് ചായ പിടി പഞ്ചസാര പാല് ഏതോ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങും. രാവിലെ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ കൊണ്ടുവരും. സമയമാകുമ്പോൾ എല്ലാവർക്കും ചായ കഴിയും. മാസാവസാനം വഴി ചായക്ക് 10 രൂപ വെച്ച് സുദേവം. എങ്ങനെയുണ്ട് കച്ചവടം? 3-4 ഭാര്യയും മക്കളുമില്ലേ, ജീവിക്കട്ടെ സാറേ. 4 ഭാര്യയോ? 4 ഭാര്യ? ആർക്ക്? എനിക്കൊരു ഭാര്യയുള്ളൂ. സുദേവം പറഞ്ഞതെങ്ങനെയാ? ഒരു നാക്കല്ലേ ഉള്ളൂ. അത് വെച്ച് ഒരു ദിവസം നമ്മൾ എന്തെല്ലാം പറയണം. ചിലപ്പോൾ 1-2 വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകും. അത് ഇത്ര പ്രശ്നമാക്കണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമായി. അതൊക്കെ പോട്ടെ. ഇവിടെ ജോർജ് കുട്ടി തടയും. സമ്മതിക്കില്ല ഞാൻ. ചത്താൽ സമ്മതിക്കില്ല ഞാൻ. എന്ത് സമ്മതിക്കലാണ്? ജോർജ് കുട്ടി ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അയാളെ കൊല്ലും ഞാനും ചാവും. നോക്കിക്കോ. പൂജാരി ആട്ടെ, എന്താ കാര്യം? കാര്യം പറയൂ പ്ലീസ്. എന്നെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് പറ്റിച്ച ദുഷ്ടനാ സാറേ. 5 പവൻ സ്വർണ്ണവും 1 ലക്ഷം രൂപയും ആ ദുഷ്ടൻ പറ്റിച്ചെടുത്തതാ. അവനെ എവിടെ കണ്ടാലും ഒറ്റ കുത്തിരി ഞാൻ കൊണ്ടു സാറേ. നോക്കിക്കോ. ഈരമ്മേ. ലീലാമണി. ഓ മണി, എങ്കി മണി. എന്നെ ലീലാമണി അവിടെ ഞാനിരുന്നു. ഉള്ളുവോ ഉണങ്ങുവോ ഹരിക്കുവോ ഉണിക്കുവോ എന്നതേലും ഞാൻ ഈ വാങ്ങിയത് കാണിക്ക് അടുപ്പിച്ചോട്ടെ പ്ലീസ്. കേട്ടോ സാറേ, മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സാറ് ആ ഒരു ജഗജില്ലേ. ഒരു കാര്യം നോക്കണമെങ്കിൽ ജോലി വേണമായിരുന്നു. പക്ഷേ നമുക്ക് ഒരു ഗുണമില്ല. എല്ലാം ഇവിടെ ഒറ്റയ്ക്കും. സാറ് എങ്ങനെ ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും ഗുണമുണ്ടാകും. പേരെന്താന്നാ പറഞ്ഞത്? പറഞ്ഞില്ല. പറയൂ പ്ലീസ്. സത്യഭാമ. ആഹാ, അഴിമതിയുടെ ആശാക്ക് പറ്റിയ പേര്. കൊള്ളാം. എന്റെ പെൻഷന്റെ കാര്യം എന്തായി എന്നറിയാൻ വന്നതാ. എന്തായിരുന്നു ജോലി? ജോലിയൊന്നും ഇല്ലായിരുന്നു. ഒരു ജോലിയും ചെയ്യാത്തവർക്കും പെൻഷനും. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ പെൻഷനാ അപേക്ഷിച്ചിരിക്കുന്നതേ. ഓ അത് ശരി. എന്താ പേര്? അഹമ്മദ് സാഹിബ്. ഓ മൈ ഗോഡ്, മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനി ദാദാ സാഹിബ്. അങ്ങ് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അങ്ങേക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയില്ലേ? പരിഹസിക്കുകയാണോ? എന്റെ മുമ്പില്
ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടേ കഴിഞ്ഞ 6 മാസത്തെ ഫയലുകളാണ് ഈ കിടക്കുന്നു. എല്ലാം പഠിച്ചോട്ടെ. സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളുടെ സേവകരാണ്. പരിഹാരമുണ്ടാക്കിയില്ലെങ്കിലും പരിഹസിക്കരുത്. അല്പം മാന്യതയാവാം. ഓ, ആയിക്കോട്ടെ. സാഹിബ് അവിടെ എല്ലാം മാറി. അയ്യോ വേണ്ട, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു പോവാം. വേണ്ട വേണ്ട, ഒരു മാസം കഴിഞ്ഞു പോവാം. എല്ലാം ശരിയായിട്ട് ഇപ്പൊ പോയിക്കോ. പ്ലീസ്. ചെലവിന് വല്ലതും വേണമെങ്കിൽ തരാം. എനിക്ക് നിന്റെ നക്കാപ്പിച്ച് ഒന്നും വേണ്ട. അർഹതപ്പെട്ട അവകാശം ചോദിക്കാനാണ് ഞാൻ വന്നത്. എല്ലാം ശരിയായിട്ട് സാഹിബ് പോയിട്ട് ഒരു മാസം കഴിഞ്ഞു വന്നു നടത്തി തരാം. കുറെ വർഷങ്ങളായി എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഗുരുക്കന്മാരെ യവന്മാരെ കാത്തോണേ. ഗുരുവായാലും കാലൊക്കെയായാലും നമുക്കെന്താണ് പോയി കാര്യം നടന്നാൽ പോയി. മനുഷ്യന്മാരിക്കേണ്ട കസേര സാമാനെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. ഒന്നും ഇല്ലാതാവേ. ഇവിടെ പറഞ്ഞതാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കാശൊക്കെ തരാവിടെ പോയി. പാപ്പം വാക്കു പറഞ്ഞാൽ പറഞ്ഞതാ. അറിയത്തില്ല. നീ ഫോൺ വെച്ചോ. ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ട് കേറി വന്നത് മാർഗമറ്റാണെന്ന് തോന്നുന്നു. രണ്ടവന്മാരെ കുത്തിയിരുന്ന് പുല്ലോ. ഞാൻ നോക്കട്ടെ. അതൊന്നുമല്ല, ഓഫീസ് തന്നെയാ. നീ ഫോൺ വെച്ചോ. ഞാൻ ഇവന്മാർക്ക് എന്താ പറ്റിയെന്ന് നോക്കട്ടെ. എന്നാ പറ്റിയതാണ് ഉപ്പേ? അടിച്ച് ഫിറ്റായിട്ടാണോ സർക്കാർ ഓഫീസിലോട്ട് വരുന്നത്? ഓ, ഞാനന്ന് ഇരുന്നതാ ചേട്ടാ. അതെന്നാണോ ഉപ്പേ നിലത്ത് കുത്തിയിരുന്നത്? ഇവിടെ കസേരയൊന്നുമില്ലേ? ആകെ ഒരു കസേര ഉണ്ടായിരുന്നേ. അതിലാ ചേട്ടനിപ്പോ ഇരുന്നേ. ഇയാൾ എവിടെ പോയേക്കുമായിരുന്നു? ഓ, ഒരു ചായ കുടിക്കാൻ പോയതാണേ. എന്താ? ഒന്നുമില്ല. എന്താ ഫയല്? അവൻ കൊണ്ടേ പോകൂ അല്ലേ? നിനക്ക് പാപ്പനെ അറിയത്തില്ല. പാപ്പനൊന്നും നിരോധിച്ചാൽ അത് നടത്തി നടന്ന് മറക്കുമ്പോ താനേ ഇതിനകത്ത് എവിടെയോ പാമ്പ് കയറിയിട്ടുണ്ട്. ശബ്ദം കേട്ടിട്ട് രാജനെ പോലെയാണെന്നോ? ഞാൻ കേട്ടതാണ്. തോന്നിയായിരിക്കും.
എന്റെ കാര്യം എന്തായി? വല്ലതും നടക്കുമോ അതോ ഞാൻ ഈ നടക്കുന്നതേ മിച്ചമുള്ളൂ? അതെ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. എന്തായി എന്റെ കാര്യം? പാപ്പന്റെ അടുത്ത് വേലയിറക്കല്ലേ, ചോദിച്ചത് തുടങ്ങി. ഒച്ച വെക്കാതെ അവിടെ എങ്ങാനും പോയിരിക്കണം. ആര്? പാപ്പൻ ഓ, പാപ്പാനായിരുന്നോ? ഞാൻ ആദ്യമായിട്ടാ ഒരു പാപ്പാനെ കാണുന്നത്. ആനയില്ലേ? കൊണ്ടുവന്നിട്ടുണ്ടോ? ആനയില്ല, 2.5 ഏക്കർ സ്ഥലത്ത് ചേനയുണ്ട്. വേണോ? ഇതെല്ലാണോ ഈ മരപ്പട്ടി? അയ്യോ പാപ്പ, ഇയാൾ പുതിയ സാധനം. പാപ്പന്റെ കാഴ്ച ശരിയാക്കി തന്നെ ഈ സാധനം. ഓഫീസിൽ കേൾക്കുന്ന ബോധജലമായി കളക്ടർ ഒന്ന് സാറേ, അടങ്ങ് അടങ്ങ്. എന്നൊക്കെ ഞാൻ പറയുന്നത് നല്ലതല്ലോ. തെറ്റി. രാജോ കസരയിൽ ആശ്രമത്തിനായി രാജോ ആ ഭിത്തിയിൽ പരമാട്ടിരിക്കുന്ന മഹാത്മാവിനെയല്ലേ രാജാവിരിക്കൂ പ്ലീസ്. എന്നിട്ട് ആകെ നോക്കി എന്താണെന്ന് പറയും. ഈയുള്ളവൻ രാജാവ് ശരിക്കട്ടെ. രാജാവ് നിന്റെ പിള്ളേരുടെ അമ്മയുടെ അമ്മായിയുടെ നായകൻ. ഞാൻ പാപ്പൻ. പാപ്പൻ കാപ്പൻ കോൺട്രാക്ടർ. ഓഫീസർമാരെ പോലെ തന്നെ കൃത്യനിഷ്ഠയുള്ള പോക്ക്. സമയം 1 മണി കഴിഞ്ഞു. ക്ലോക്കില് 10 മണി. അയ്യോ, 1 മണി കഴിഞ്ഞോ? ഞാൻ ഹാഫ് ലീവാണ്. ലെറ്റർ മേശപ്പുറത്തുണ്ട്. വെളിച്ചത്തിനൊന്നും ഫയൽ ചെയ്തേ. ഇന്ന് രാവിലെ ഇന്നലെ പോയിട്ട് നാളെയോ? എന്താണോ അവര് പോയി? ഏയ്, ഞാൻ അതൊന്നും നല്ല നോക്കിയത്. ഉച്ചയ്ക്ക് ഊണിലാണെന്ന് പറഞ്ഞ് മേള പോയതാ. കാണാൻ നോക്കിയതാ. നോക്കിയിരുന്നോ? ഇപ്പൊ വരെ പോണ്. ഊണ് തരാമെന്ന് പറഞ്ഞിട്ട് കൈ വീശിയിട്ടാണോ വരുന്നത്? ഊണ് മാത്രമല്ല, ലേശം ആയാലോ? എന്താ പാപ്പ കൂടുതൽ? എന്നതാണോ പോള്? വെറുങ്കോളല്ല, മരങ്കോളല്ല. അതാ ഇത്ര ദിവസം. കോളൊക്കെയുണ്ട്, അത് സസ്പെൻസ്. ഇന്ന് എല്ലാവരും ഹാഫ് ഡേ ലീവ് എടുത്തു. ഫുൾ ചെലവ് എന്റെ വകയാണ്. ഞാൻ മേലാനൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. എല്ലാരും വണ്ടിയിലോട്ടിരുന്നോ? അപ്പോ എന്റെ കാര്യം നിങ്ങൾ പോവാണോ? എന്റെ പാപ്പ, നേതാവ് പറഞ്ഞ കേട്ടില്ലേ? ഇതൊക്കെ വല്ലപ്പോഴും ഒത്തു കിട്ടുന്നതാ. പാപം പേടിക്കല്ലോ. അല്ലെങ്കിൽ വന്ന വണ്ടികളില്ല. നമുക്കൊന്ന് അടിച്ചു പഠിക്കാനേ. ഓഫീസർമാരില്ല എന്ന് പറഞ്ഞ് എന്നെ ഇത്രയും നാൾ നടത്തി. ഇപ്പൊ ആഫീസർ. ഇനിയും എന്റെ നടപ്പിന് നീളം കൂട്ടാനാണ് മോനെ വെള്ളച്ച. കളി മാറുവേ. നിനക്ക് പാപ്പനെ അറിയാലോ. അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ? പാപം കാണേ. ശരിയാക്കി തരാം.
നിരുപ്രമാദപരമായ മേധാവിത്വ മനോഭാവത്തിന്റെ അധികാര ശ്രേണിയിൽ അണിപ്പിടിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിന്റെ നിയമരാഹിത്യ വ്യവസ്ഥിതികളോട് പൊരുതി ജയിക്കാൻ കെൽപ്പുള്ള ഒരു തലമുറ, കർമ്മപഥത്തിൽ മാറുപിരിച്ച് തലയുയർത്തി പ്രശാന്തമായി നിൽക്കുന്ന ആ ഒരു തലമുറയെ സ്വപ്നം കണ്ടുകൊണ്ട് സ്നേഹപൂർവ്വം സെന്റ് മേരീസ് തിയേറ്റേഴ്സ് നന്ദി, നമസ്കാരം.